കുറച്ച് മുന്നേ ട്രെൻഡിങ് ആയി വന്നിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ സാൻ സെബാസ്റ്റ്യൻ ചീസ് കേക്ക് അല്ലെങ്കിൽ ബേൺഡ് ബാസ്ക് കേക്ക് എന്നും പറയും കേട്ടോ. ഈ ഒരു കേക്കിന് അത്യാവശ്യം നല്ല റേറ്റ് കൂടിയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ. ഇത് നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പീസിന് ഒരു 250 രൂപയൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്കിത് വീട്ടിൽ നമ്മളെ നാട്ടിലൊക്കെ കിട്ടുന്ന ചേരുവകളൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കേക്ക് തന്നെയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കേക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടിന്നൊന്ന് റെഡിയാക്കി വെക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 7 ഇഞ്ചിൻ്റെ ടിന്നാണ് കേട്ടോ. അപ്പോൾ ഒരു 6 ഇഞ്ചിൻ്റെ ടിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കേക്കിന് കുറച്ചും കൂടെ ഹൈറ്റ് കിട്ടും. അപ്പോൾ ഞാനൊരു പാകത്തെ ഹൈറ്റിൽ മതി എന്ന് വിചാരിച്ചിട്ടാണ് 7 ഇഞ്ചിൻ്റെ ടിന്ന് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ബട്ടർ പേപ്പർ ഒന്ന് വെച്ച് കൊടുക്കണം. ബട്ടർ പേപ്പർ നമുക്ക് ഇതുപോലെ 2 ബട്ടർ പേപ്പർ ആയിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തു. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ വേറൊരു ബട്ടർ പേപ്പറും കൂടെ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സെറ്റാക്കിയിട്ട് നമുക്കിത് അവിടെ മാറ്റി വെക്കാം. അപ്പോൾ ഇതുപോലെ ബട്ടർ പേപ്പർ ഇങ്ങനെ കുറച്ച് പുറത്തേക്ക് വേണം കേട്ടോ, നമുക്ക് പെട്ടെന്ന് അങ്ങ് പുറത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതാ നമ്മളിവിടെ ക്രീം ചീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 200 ഗ്രാമാണ് കേട്ടോ ഈ ഒരു ക്രീം ചീസ്. അപ്പോൾ ഇതുപോലെ ഞാനിവിടെ 2 ബോക്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 7 ഇഞ്ചിൻ്റെ ടിന്നിലാണല്ലോ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ചൊരു ഹൈറ്റ് കിട്ടാൻ ഇതുപോലെ 2 ബോക്സ് വേണം. അപ്പോൾ നിങ്ങൾക്ക് നീ ഒരു ബോക്സ് വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിൻ്റെ പകുതി എടുത്താൽ മതി കേട്ടോ. ഇനി ഇതാ ഞാൻ 2 ബോക്സ് ക്രീം ചീസും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതായത് ഇവിടെ 400 ഗ്രാം ക്രീം ചീസാണുള്ളത്. പിന്നെ ക്രീം ചീസ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ പുറത്തെടുത്ത് ഒന്ന് തണുപ്പ് പോയതിന് ശേഷം വേണിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലുള്ള നമുക്ക് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഒന്നങ്ങ് സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ക്രീം ചീസിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പഞ്ചസാര പൊടിക്കാതെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം നമുക്ക് അടുത്ത 1/4 കപ്പ് വീതം അങ്ങനെ ഒരു 3-4 പ്രാവശ്യമായിട്ടാണ് കേട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ബാച്ച് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ആ പഞ്ചസാരയ്ക്ക് ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം പിന്നെ അടുത്തത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഞാൻ 1 കപ്പ് പഞ്ചസാരയും മൊത്തം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് പഞ്ചസാരയ്ക്ക് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 4 കോഴിമുട്ട വേണം. അപ്പോൾ മുട്ട ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നിച്ച് ചേർത്ത് കൊടുക്കേണ്ട, ഇതുപോലെ ഓരോ മുട്ടയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആദ്യത്തെ മുട്ട മിക്സായി വന്നതിന് ശേഷം പിന്നെ രണ്ടാമത്തെ മുട്ട ചേർത്ത് കൊടുക്കുക. പിന്നെ മുട്ട ചേർത്ത് കൊടുക്കുന്നത് റൂം ടെമ്പറേച്ചറിലായിരിക്കണം. ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള മുട്ടയാണെന്നുണ്ടെങ്കിൽ പുറത്തെടുത്ത് വെച്ച് ആ ഒരു തണുപ്പൊന്ന് പോയതിന് ശേഷം മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാനിവിടെ 4ാമത്തെ മുട്ടയും ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമാണ് കേട്ടോ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഫ്രഷ് ക്രീമും കൂടെ ആകുമ്പോഴേ ഉള്ളൂ നല്ലൊരു ടേസ്റ്റ് കിട്ടുക കേട്ടോ. വെറും ചീസ് മാത്രമാകുമ്പോൾ അത്രക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഫ്രഷ് ക്രീമും കൂടെ വേണം നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവർ ഞാനിവിടെ ഒരു അരിപ്പയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അരിച്ചിട്ടാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് മിക്സ് ആയി കിട്ടും. അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കട്ടയായിട്ടിരിക്കും കേട്ടോ. നമ്മൾ നേരിട്ട് അങ്ങനെ കോൺഫ്ലവർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് 1.5 ടേബിൾ സ്പൂൺ മതി കേട്ടോ, അതിൽ കൂടുതൽ വേണ്ട. ഇനി ഇതുപോലെ വിസ്ക് വെച്ചിട്ട് ഒട്ടും കട്ടയാവാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ കോൺഫ്ലവറൊക്കെ കംപ്ലീറ്റ് ഇതിലൊന്ന് മിക്സായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങനീര് ഒഴിച്ചു കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടോ. ഇനി നമ്മൾ ഇത് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ഇതുപോലെ ഒരു അരിപ്പ് വെച്ചിട്ട് ഒന്ന് അരിച്ചിട്ട് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ കുറച്ച് ലൂസായിട്ടാണ് കേട്ടോ ഈ ഒരു കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാവുക. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഞാനിവിടെ ബേക്ക് ചെയ്തെടുക്കുന്നത് കൺവെൻഷൻ ഓവനിലാണ്. കൺവെൻഷൻ ഓവൻ 200 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കേക്ക് വെച്ച് കൊടുത്തിട്ട് 200 ഡിഗ്രിയിൽ തന്നെ ഒരു 35 മിനിറ്റാണ് കേട്ടോ ഞാൻ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓരോ ഓവനും ടെമ്പറേച്ചറിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഓവൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് റെഡി ആവുന്നത് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു കേക്കിൻ്റെ മുകൾ ഭാഗം ഒരു ബേൺഡ് ആയിട്ട് ഇരിക്കണം കേട്ടോ. ഒരു നല്ലതായിട്ട് കളർ മാറി വരണം. അതാണ് നമ്മൾ ഈ ഒരു കേക്കിന് ബേൺഡ് ചീസ് കേക്ക് എന്നും വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് നല്ല ബ്രൗൺ കളറായിട്ട് വരണം മുകൾ ഭാഗം, അതുവരെ നമ്മൾ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 35 മിനിറ്റും കൊണ്ടാണ് കേട്ടോ ഈ ഒരു കേക്ക് റെഡി ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം ആണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ തലേദിവസം രാത്രിയിലാണ് ഈ ഒരു കേക്ക് ബേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പിറ്റേ ദിവസമാണ് ഞാൻ ഈ ഒരു കേക്ക് എടുക്കുന്നത്.
ഇനി നമുക്ക് ബട്ടർ പേപ്പറൊക്കെ മാറ്റിയിട്ട് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ ഇത്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഒരുപാട് കട്ടിയിലല്ല, നമുക്ക് കുറച്ചൊരു 6 ഇഞ്ചിൻ്റെ ടിന്നിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഹൈറ്റ് കിട്ടും കേട്ടോ കേക്കിന്. അപ്പോൾ ഞാൻ ഈ ഒരു ഹൈറ്റ്, നമ്മുടെ പുഡിങ്ങിൻ്റെ ഒക്കെ ഒരു ഹൈറ്റ് മതി എന്ന് വെച്ചിട്ടാണ് 7 ഇഞ്ചിൻ്റെ ടിന്നിൽ ബേക്ക് ചെയ്തെടുത്തത്. അപ്പോൾ അതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചീസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിലും കഴിക്കാം, അല്ലെങ്കിൽ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് കഴിക്കുന്നത് പോലെ തന്നെ ഇതുപോലെ കേക്കിനെ ഇങ്ങനെ ചെരിച്ചാണ് കേട്ടോ വെക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിത് ചോക്ലേറ്റ് എടുത്തിട്ടുള്ളത് പ്രീമിയം ചോക്ലേറ്റ് ആണ്. നമ്മുടെ വാൻ ഹോട്ടിൻ്റെ ചോക്ലേറ്റും അതുപോലെ ഡയറി മിൽക്കും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് മൈക്രോവേവിൽ വെച്ചിട്ട് ഇതാ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഡബിൾ ബോയിലിംഗ് രീതിയിൽ മെൽറ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ചോക്ലേറ്റ് മാത്രം മെൽറ്റ് ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് തിക്കായിട്ട് വരും കേട്ടോ, നമ്മൾ ഒഴിച്ച് കൊടുത്ത് അപ്പം തന്നെ കഴിച്ചിട്ടില്ലെങ്കിൽ. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് ഗണാഷി ആക്കിയാലും മതി കേട്ടോ. കുറച്ച് ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീമോ എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സാൻ സെബാസ്റ്റ്യൻ ചീസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇതുപോലെ അങ്ങ് ചോക്ലേറ്റോട് കൂടിയിട്ടാണ് കേട്ടോ ഇത് കഴിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.